ഇതിനുള്ള സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും. മനസ്സും കണ്ണുമൊക്കെ നിറയുന്ന ദയനീയമായ ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനുമായും ഫിറോസ് കുന്നംപറമ്പിലുമായും സഹകരിക്കുന്ന ഞങ്ങൾ ഒരു ഉത്തരവാദിത്വം ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഈ കുടുംബത്തെ അറിയിക്കുന്നതിനും ഈ രഞ്ജിത്തിനെയും രാഹുലിനെയും കണ്ട് കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷൻ ഫിറോസ് കുന്നംപറമ്പിലും ഈ കുടുംബത്തിന് ഒരു വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മക്കളുടെ പഠിത്തവും അവർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങളും കൊടുക്കാൻ ഫിറോസ് കുന്നംപറമ്പിലും ഫ്ലൈറ്റ് മോഡിലേക്ക് ഫിറോസ് കുന്നംപറമ്പിലിന്റെ കൂടെ നിൽക്കുന്ന ഞങ്ങളുമൊക്കെ തയ്യാറാണ്. അതായത് ഈ സഹോദരനെ കുറിച്ച് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം വെളുപ്പാങ്കാലത്ത് 4:30 മണിക്ക് ഉറക്കമെഴുന്നേറ്റ് ഈ അന്തി ഉറങ്ങുന്ന രാജൻ ചേട്ടനും അമ്പിളി ചേച്ചിയും ഈ 2 കുഞ്ഞു മക്കളുമായി തെരുവിൽ കിടക്കുന്ന മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി 25ഓളം തെരുവ് മക്കൾക്ക് രാവിലെ 4:30 മണിക്ക് ഇവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അന്തി ഉറങ്ങുന്ന ഈ രാജൻ ചേട്ടന്റെയും അമ്പിളി ചേച്ചിയുടെയും മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ഈ കാണുന്നത് ഒരു വീടല്ല. സത്യത്തിൽ ഈ കാണുന്നതൊക്കെ ഷീറ്റടിച്ച് നമ്മൾ ഈ നാടകത്തിനൊക്കെ വെക്കുന്നത് പോലത്തെ പട്ടിയെല്ലും ഷീറ്റും കൊണ്ട് പ്ലാസ്റ്റിക് ഫൈബറിന്റെ ഷീറ്റടിച്ച ഒരു കെട്ടിടം പോലെ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം 10-ാം തീയതിക്കകം ഈ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത കുറെ സംഘടനകളും കുറെ പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. ജനുവരി 10-ാം തീയതിക്കകം ഇവർക്ക് രേഖാമൂലം ഇവിടെ വീട് വയ്ക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് കിട്ടിയില്ല എങ്കിൽ ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനും ഫിറോസ് കുന്നംപറമ്പിലും അതുപോലെ ഞങ്ങളും ചേർന്നുകൊണ്ട് ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനും ഈ കുട്ടികളുടെ പഠിത്തവും അതുപോലെ മറ്റ് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യമാണോ ഈ കുടുംബം ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളാണോ അത് ചെയ്തു കൊടുക്കാനും ഞങ്ങൾ ഉത്തരവാദിത്വപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ ഞങ്ങളോട് വാർഡ് മെമ്പറുണ്ട്. വാർഡ് മെമ്പറും സംസാരിക്കും. കാരണം ഇവിടെ വന്നപ്പോ ദയനീയമാണ്. രഞ്ജിത്തും രാഹുലും ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇപ്പോ 9 മണിക്ക് 8:45 മണിക്ക് വന്നതാണ്. ഏകദേശം 1 മണിക്കൂറായി. ഇവിടെ രഞ്ജിത്തും രാഹുലും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും രഞ്ജിത്തല്ലേ ഇളവന്റെ രഞ്ജിത്ത് മാധ്യമപ്രവർത്തകർക്കിടെ സംസാരിക്കുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം മൂലം വീഴുകയും ആ രഞ്ജിത്തിനെയും രാഹുലിനെയും കൊണ്ട്, അതായത് ഇന്നലെ നമ്മൾ മാധ്യമത്തിലേക്ക് കണ്ട 2 കുട്ടികളെയും കൊണ്ട് പോലീസുകാര് നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ വന്ന് കാണുമ്പോൾ ദയനീയമായ അവസ്ഥയാണ്. നമ്മൾ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആരെയും മത്സരിപ്പിക്കാനോ ആരെയും പരാജയപ്പെടുത്താനോ ആരെയും തോൽപ്പിക്കാനോ ആരെയും വെല്ലുവിളിക്കാനോ അല്ല ഞങ്ങളുടെ തീരുമാനം. ജനുവരി 10-ാം തീയതിക്കകം ഈ കുടുംബത്തിന് പറഞ്ഞ ഉത്തരവാദിത്വങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടവർ നിറവേറ്റിയില്ല എങ്കിൽ ഞങ്ങൾ അത് നിറവേറ്റി കൊടുക്കുമെന്നുള്ള ഉറച്ച തീരുമാനം, അത് ഫിറോസ് കുന്നംപറമ്പിലിന്റെ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന് അറിയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ആ തീരുമാനം പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 4-5 പേര് 4-5 ജില്ലകളിലായിരുന്നു. എന്നിട്ട് പോലും ഈ പാതിരാത്രിയോടെ വന്നിരിക്കുന്നത് ഈ കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് രാജൻ ചേട്ടന്റെ സഹോദരി, മരിച്ചുപോയ രാജൻ ചേട്ടന്റെ സഹോദരിയാണ്. ഈ സഹോദരിയെ മുൻനിർത്തിക്കൊണ്ട് ഇവരെ ഇരുത്തിക്കൊണ്ട് പൊതുസമൂഹമായ ഏകദേശം ഇവിടെ ജനങ്ങളെല്ലാവരുമുണ്ട്. അവരെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ജനുവരി 10-ാം തീയതിക്കകം ഉത്തരവാദിത്തപ്പെട്ടവർ ഇവർക്ക് വീട് നൽകില്ല എങ്കിൽ ഞങ്ങൾ ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷനും ഫിറോസ് കുന്നംപറമ്പിനോടൊപ്പം സഹകരിക്കുന്ന ഞങ്ങൾ കൂടി ചേർന്നുകൊണ്ട് ഇവർക്ക് വീട് വെച്ചു കൊടുക്കും. അതിൽ എന്തെല്ലാം നിയമ തടസ്സങ്ങൾ ഉണ്ടായാലും ആ നിയമ തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്നു. ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിക്കും. വളരെ ദുഃഖമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2 ജീവനുകൾ പൊലിഞ്ഞുപോയ ഈ വേദനിക്കുന്ന സന്ദർഭത്തിൽ കേരള ജനത ഒന്നടങ്കം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ വന്നപ്പോൾ 2 മക്കളെ കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നുന്നു. ഗവൺമെന്റും അതുപോലെ ഒരുപാട് സംഘടനകൾ ഈ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ നടക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷൻ
ഫിറോസ് കുന്നംപറമ്പിൽ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ഈ മക്കൾ എന്ത് തീരുമാനമെടുക്കുന്നു ആ മക്കളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ മക്കൾക്ക് സ്വന്തമായി മണ്ണും സ്വന്തമായി ഭവനവും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവർക്ക് പഠനവും അതുപോലെ തന്നെ അവരുടെ ജീവിത മാർഗവും ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടിയാൽ അത് ആ മക്കൾ അത് ഏറ്റുവാങ്ങുമ്പോൾ ആ ഒരു സന്തോഷവേളയിൽ ആയിരുന്നെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാകും. എപ്പോഴും ഈ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മക്കളുടെ സംരക്ഷണം നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിലൊരു കൂട്ടം മാത്രം പോരാ, ആ മക്കളോടൊപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാകണം. ആ ഉണ്ടാകുമെന്ന ഒരു വാക്കോടുകൂടി ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെ സഹായം ഏത് ഘട്ടത്തിലാണോ ആവശ്യമായി വരുന്നത്, ഗവൺമെന്റിന്റെ ഭവനം അവർക്ക് കിട്ടിയാൽ അത് അവർക്ക് സന്തോഷമാണ്. ഇനി ഒരു പക്ഷേ മക്കൾ പറയുന്നു ഈ ഞങ്ങൾക്ക് ഫിറോസ് കുന്നംപറമ്പിന്റെ സഹായം വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അവരെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ദുഃഖത്തിൽ ഇത് വളരെ നമ്മളൊക്കെ കേട്ടുകേൾവിയുള്ള സംഭവങ്ങളൊക്കെയാണ്. കിടക്കാൻ ഇടത്തിന് വേണ്ടി ജീവൻ കൊടുത്ത മാതാപിതാക്കളാണ്. അവിടെ വീട് എന്ന് പറഞ്ഞത് കണ്ടപ്പോൾ വളരെ പ്രയാസമുണ്ട്. ഭവനം എന്നുള്ളത് സ്വപ്നമാണ്, എല്ലാവർക്കും സ്വപ്നമാണ്. മക്കളോടൊപ്പം ഒരുമിച്ച് കഴിയണമെന്നുള്ളത് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ്. ആ ആഗ്രഹം പൂവണിയുന്നതിന് വേണ്ടിയുള്ള അവരുടെ സമര പോരാട്ടങ്ങളിൽ അവസാനം അവിടെ ജീവൻ തന്നെ സമർപ്പിക്കേണ്ടി വന്ന് അവിടെ ജീവൻ സമർപ്പിച്ച ഈ മണ്ണിൽ, അവരെ അടക്കം ചെയ്തിരിക്കുന്ന ഈ മണ്ണിൽ വേദനയോടെ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ മക്കളോടൊപ്പം നമുക്ക് ഈ നാട് ഒന്നടങ്കം അവരോടൊപ്പം നിൽക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. രാഷ്ട്രീയമോ സംഘടനകളോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ഈ കൂട്ടം എപ്പോഴും ഉണ്ടാകണം. ഈ മക്കളുടെ സംരക്ഷണം നമുക്ക് കേരളക്കാർ, ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളക്കരയ്ക്ക് നമുക്ക് ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ മക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. ദൈവം തമ്പുരാൻ അവരുടെ വേദനകളൊക്കെ മാറി സന്തോഷം സമർപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മാതാപിതാക്കൾ എന്താണോ സ്വപ്നം കണ്ടത്, ഈ മക്കളുടെ ജീവിത വിജയം എന്താണോ സ്വപ്നം കണ്ടത്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്ത ഒരു സഹോദരനാണ്. അദ്ദേഹം കൊടുത്ത ഓരോ പിടി ഭക്ഷണവും അദ്ദേഹത്തിന്റെ മക്കളിലൂടെ, മക്കൾക്ക് വിജയത്തിലൂടെ ദൈവം തമ്പുരാൻ കൊടുക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടി എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ആരും തന്നെ ശ്രദ്ധിക്കാത്ത രൂപത്തിൽ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കാര്യങ്ങളിലുള്ളപ്പോഴും അതാരും കാണാത്ത രൂപത്തിൽ തെരുവിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത ആരുടെയും ശ്രദ്ധ പറ്റാതെ കണ്ട് ആ ചെയ്ത നന്മയ്ക്ക് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ മക്കൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായം കിട്ടണമെന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കളക്ടറൊക്കെ പറഞ്ഞ വാക്കുകൾ കൃത്യമായി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുപോലെ മറ്റ് യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനകളും മറ്റു ഒരുപാട് പൊതുപ്രവർത്തകരുമൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടന്ന് മക്കൾക്ക് സന്തോഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഈ മക്കളുടെ ആഗ്രഹം ഫിറോസ് കുന്നംപറമ്പിൽ എന്ന ജീവകാരുണ്യ പ്രവർത്തകന്റെ ഭാഗത്തു നിന്നും നന്മ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ആ മക്കളോടൊപ്പം ഉണ്ടാകും. അത് ഞങ്ങളുടെ ഒരു മനസ്സിന്റെ ആരുടെയും മുന്നിൽ ഒരു അംഗീകാരത്തിന് വേണ്ടിയല്ല, ഇതുപോലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ഇവർക്ക് വേണ്ടി ഞങ്ങൾ സമയം ചിലവഴിക്കുമെന്ന ഉറപ്പോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുന്നംപറമ്പിൽ എന്ന് പറയുന്ന സംഘടനയുടെ നമുക്ക് തന്ന എന്ത് വാഗ്ദാനവും നമ്മുടെ ഈ രാജ്യം അമ്പളിക്കാൻ വേണ്ടി ആ ഫൗണ്ടേഷന്റെ രീതിയിൽ തരാമെന്ന് പറഞ്ഞാൽ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടട്ടെ. ആ ഫിറോസ് കുന്നംപറമ്പിൽ ആ ഫൗണ്ടേഷനിൽ ഞാൻ ഇന്ന് എല്ലാ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞതാണ്, രാജൻ ചേട്ടൻ ഈ തെരുവ് മക്കൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതിന് കുറെ പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. ശരിയാണ്. പുതിയ പാത്രങ്ങൾ അദ്ദേഹം കുറെ പാത്രങ്ങൾ ഇതിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. തെരുവ് മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അത് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ വാട്സപ്പും, ഉസ്താദ് പറഞ്ഞതുപോലെ വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്റർ വഴിയും മെസ്സഞ്ചർ വഴിയൊക്കെ നമ്മൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ കിടക്കാടത്തിന് വേണ്ടി അവസാനം അധികാരികളുടെ മുമ്പിൽ കൈനീട്ടി യാചിച്ച് രക്ഷയില്ലാതെ വന്നപ്പോൾ സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്ന ഈ രാജൻ ചേട്ടനും അമ്പിളി ചേച്ചിയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തികളാണ്. 5 മണിക്ക് തന്നെ അവർ ആഹാരമുണ്ടാക്കാൻ വേണ്ടി ആഹാരമുണ്ടാക്കി തെരുവ് മക്കൾക്ക് കൊടുത്തവരാണ്. അതൊന്നും നമ്മൾ കാണാതെ പോയി എന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും ആ ചെയ്ത നന്മകൾ ദൈവം തമ്പുരാൻ പടച്ചവൻ
എല്ലാവിധ അർഹമായ പ്രതിഫലങ്ങളും കൊടുത്ത് ഈ അന്തിയുറങ്ങുന്ന ഈ രാജൻ ചേട്ടന്റെയും അമ്പിളി ചേച്ചിയുടെയും ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ ചെയ്ത എല്ലാ നല്ല സൽപ്രവർത്തനങ്ങളുടെയും ഫലം അവർക്കും ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന അവരുടെ 2 മക്കൾക്കും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനമായി ഒരിക്കൽ കൂടി ഫിറോസ് കുന്നംപറമ്പിൽ ഫൗണ്ടേഷന്റെയും ഫിറോസ് കുന്നംപറമ്പിലുമായി സഹകരിക്കുന്ന ഞങ്ങളുടെയും പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഈ കുടുംബത്തിന്റെ ഏതാവശ്യവും ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നിറവേറ്റിത്തരുമെന്നുള്ള ഉറച്ച വാഗ്ദാനവുമായി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം.